ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോണത് പരിപ്പും തക്കാളിയും കൂടി ഒരു കറിയാണ്. അതിനുവേണ്ടി ഒരു 100 ഗ്രാം പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു 3 ഇടത്തരം തക്കാളി ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. അതിന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, എരിവ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും ചേർത്ത് ഇതിന് തക്കാളി വേവണവരേക്ക് ഒന്ന് വേവിച്ചെടുക്കണം. തക്കാളി പരിപ്പും വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ വാളംപുളി പിഴിഞ്ഞ് നീര് ചേർത്ത് കൊടുക്കണം. കൂടാതെ ഒരു അരമുറി തേങ്ങ അരച്ചരപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. തിളയ്ക്കണ വരേക്കും ഇതൊന്ന് വെയിറ്റ് ചെയ്യണം. ഇനി ഇതൊന്ന് താളിച്ച് ഒഴിക്കണം. അതിനുവേണ്ടി ഞാനൊരു കടായി ചൂടാക്കാൻ വെച്ചിട്ടാണ്. ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. കടുകിട്ട് പൊട്ടിയതിന് ശേഷം ഒരു കറിവേപ്പില ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി അരിഞ്ഞത് 4 2 പച്ചമുളക് വട്ടത്തിൽ നുറുക്കിയത്, ഇതിലേക്കൊന്ന് ഒഴിച്ചെടുക്കാം. പരിപ്പും തക്കാളിയും കറി റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.